ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനലാണ് BBC ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പം അതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണ് അതിരൂക്ഷമായിട്ട് BBC എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അതിൽ തമ്മിലടി രൂക്ഷമായി. ഈ ഗാസ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ BBC ഒരു കമ്മീഷൻ ചെയ്തൊരു ഡോക്യുമെൻ്ററി എടുക്കാൻ. അതിന് ചിലവായത് 4 ലക്ഷം പൗണ്ടാണ്. ഏകദേശം 4,15,00,000 വരുന്ന കറൻസിയാണ് ഇവർ സ്പെൻഡ് ചെയ്തത്. പ്രശ്നം രൂക്ഷമായത് ഈ ഡോക്യുമെൻ്ററിയുടെ കണ്ടന്റ് മുഴുവനും ഹമാസിനെയും അതേപോലെ ടെറർ ആക്ടിവിറ്റീസിനെയും അനുകൂലിക്കുന്ന രീതിയിലായിപ്പോയി. കാരണം അതിൻ്റെ വലിയ ഇഷ്യൂ ആയതിൻ്റെ പേരിൽ iPlayer-ന്ന് BBCയുടെ ആർക്കൈവ്സിൽ നിന്ന് ആ ഡോക്യുമെൻ്ററി മാറ്റിയേക്കുകയാണ്. അതിലേറ്റവും പ്രശ്നമുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറാമാൻ. അതായത് BBC ക്യാമറാമാനാണെന്ന് പറയുന്നു, BBC പറയുന്ന അദ്ദേഹത്തെ എടുത്തതാണെന്ന് പറയുന്നു, ആ പ്രോജക്റ്റിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ ഹ്യൂജ് മണിയാണ് ഈ ക്യാമറാമാൻ കൊടുത്തിരിക്കുന്നത്. ഇയാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി പട്ടാളക്കാരനെ ഹമാസ് അടിച്ച് ഉപദ്രവിച്ച് കൊല്ലുന്ന ഫോട്ടോ അതെടുത്ത് ട്വിറ്ററിൽ 3-4 പ്രാവശ്യം ഷെയർ ചെയ്തിട്ട് വളരെ ആഹ്ലാദം പ്രകടിപ്പിച്ചു ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയെ. ഏതാണ്ട് സെലിബ്രേഷൻ മോഡിലോട്ടങ്ങ് പോയി. ഇത് മില്യൺസാണ് ഇത് ഷെയർ ചെയ്തത് ട്വിറ്ററിൽ. പ്രശ്നം രൂക്ഷമായേക്കുന്നതല്ല. UK-യിലെ പൊളിറ്റിക്കൽ പാർട്ടിയായ ടോറി പാർട്ടി, മറ്റുള്ള ലേബർ പാർട്ടിയുടെ സീനിയർ പൊളിറ്റീഷ്യൻസ്, അതേപോലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ചോദ്യങ്ങളാണ് ശക്തമായിരിക്കുക. അതിൻ്റെ പേരിൽ BBC ഇതിനെപ്പറ്റിയുള്ള എൻക്വയറി നടത്തിയിട്ട് വെള്ളിയാഴ്ചയോ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടും. അവർ ചോദിക്കുന്നത് ഇത്രമാത്രം പണം മുടക്കി, അതായത് ടാക്സ് പേയേഴ്സിൻ്റെ, ബ്രിട്ടീഷ് ആയിട്ടുള്ള സിറ്റിസൻ്റെ ടാക്സ് പേയേഴ്സിൻ്റെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്ത് കമ്മീഷൻ ചെയ്ത പ്രോഗ്രാം ഹമാസ് എന്ന് പറഞ്ഞ ഒരു ടെറർ ഓർഗനൈസേഷനെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് മുഴുവനും കപടതയാണ് ഉണ്ടാക്കിയത്. അതായത് ഫേക്ക് സ്റ്റോറി. ഒരു കൊച്ചു ചെറുക്കനെ കാണിക്കുന്നു. ആ ചെറുക്കൻ്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഫാദർ, ഇവർ രണ്ടുപേരും ഹമാസ് റൂൾ ചെയ്യുന്ന ഗാസയിലെ അവിടുത്തെ മിനിസ്റ്റർ അവരുടെ കൊച്ചുമോനാണ്. ഈ വാറുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികൾ ഏത് രീതിയിൽ ഞാൻ ഈ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഈ അൽ ജസീറയും അതേപോലെ തന്നെ ഈ BBCക്കകത്ത് കയറിക്കൂടിയിരിക്കുന്ന സുഡാപ്പികൾ ഈ ചാനലിനെ അങ്ങ് പൂർണ്ണമായിട്ടും ഒരു വർഗീയവൽക്കരിച്ച് ഒരു ഹമാസ് മത തീവ്രവാദ ലൈനിലോട്ടും ഭീകരവാദി ലൈനിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ BBCയെ പറ്റി ഞാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 ദിവസം പോലും ആയിട്ടില്ല. അപ്പം അതിനിടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായ രീതിയിൽ BBCക്കകത്ത് അടിയായി. അപ്പോൾ BBCയുടെ ചില റിപ്പോർട്ടുകളുണ്ട്. ടെലഗ്രാഫ് എന്ന് പറഞ്ഞ UK പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ BBCയിൽ ഒരു ഡോക്യുമെൻ്ററി സാങ്ഷനായി കഴിഞ്ഞാൽ, കാരണം ഇത്രയും പണം, ഏകദേശം 4 കോടി രൂപ അധികം പണം ചിലവാക്കിയെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റും പ്രീ സ്ക്രിപ്റ്റും ഒക്കെ സംഭവമുണ്ട്. അപ്പം ആദ്യം പ്രീ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അത് ന്യൂസ് റൂമിനകത്ത് പോകണം. ന്യൂസ് റൂമിനകത്തൊരു ഹെഡ് ഉണ്ടോ, അവർ ക്ലിയർ ചെയ്ത ശേഷമാണ് അതിൻ്റെ പോസ്റ്റ് സ്ക്രിപ്റ്റിലോട്ട് പോകുന്നു. പിന്നെ അവിടെ വെച്ചിത് ഷൂട്ട് ചെയ്യുന്നു. ഇത് വലിയൊരു സിനിമ ഷൂട്ടിങ് പോലെയാണ് ഈ സംഭവം. അപ്പം ഇതിനകത്തെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആ സിറ്റി ഈസ് സെയിം ഗ്രൗണ്ട് റിയാലിറ്റി നടക്കുന്ന പോലെ ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും അത് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അതായത് കള്ളത്തരങ്ങളും സ്റ്റോറികളും ഉണ്ടാക്കരുത്. ഇതിനകത്ത് മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും മാത്രം ഉണ്ടാക്കി ഈ ഡോക്യുമെൻ്ററി അങ്ങ് ഉണ്ടാക്കി. അപ്പം അത് ആദ്യം വന്നപ്പോൾ തന്നെ പ്രശ്നമായി. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ സത്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം അതിൻ്റെ ചീഫായിട്ടുണ്ടായിരുന്ന ക്യാമറാമാൻ, അയാൾ ഹമാസിൻ്റെയും അതേപോലെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മതഭ്രാന്തരും ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളെ പോലെയുള്ളവരെ വെച്ച് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി ചെയ്തതിൽ അതിൻ്റെ എന്താണ് സത്യം? അവിടെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻസും പൊളിറ്റീഷ്യൻസും സീനിയർ ആയിട്ടുള്ള സിറ്റിസൻസ്, അതായത് ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇത് ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അന്വേഷണം നടത്തണം. BBC-യിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഇത് പ്രോപ്പർ ചാനലിൽ കൂടെ പോയതാണോ?
അതോ അല്ലാതെ ഇത് എടുത്തതാണോ? കാരണം ഇപ്പോഴും ബ്രിട്ടനിൽ NHS ആണെങ്കിലും പലതിലും പല ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ലേബർ പാർട്ടി പലതും നേരിട്ടുകൊണ്ടിരിക്കും. കീത്ത് സ്റ്റാർമറിൻ്റെ മേളിൽ ഓരോ ദിവസവും ആരോപണങ്ങളാണ് പല രീതിയിൽ. അതായത് പ്രീണനം ആയിട്ട് ബന്ധപ്പെട്ടും ക്രിമിനൽസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ് ലേബർ പാർട്ടി എന്നുള്ള രീതിയിലും അതിൻ്റെ MPമാരും. അപ്പോൾ ഓരോ രീതിയിൽ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഇഷ്യൂ കയറി വരുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ജനത, കാരണം അവർ ടാക്സ് കൊടുത്ത് അവരുടെ ഇതിന് ലൈസൻസ് ഫീസ് എല്ലാം അവർ കൊടുക്കുന്നവരാണ്. കാരണം അവരുടെ പണം വാങ്ങിയിട്ട് ടെറർ ഓർഗനൈസേഷനെ എൻകറേജ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയത് അത് BBC വലിയ തെറ്റ് തന്നെയാണ്. കാരണം ചിലപ്പോൾ BBCയുടെ സീനിയറായിട്ടുള്ളവരുടെ തലയൊക്കെ തെറിക്കും. കാരണം പോസ്റ്റൊക്കെ മാറും. അത് മുഴുവനും അഴിച്ചു പണിയാനുള്ള സാധ്യതയാണ് കൂടുതലും. കാരണം പല ആൾക്കാർ അതിൻ്റെ അകത്ത് സീനിയറായിട്ടുള്ളവർ പറയുന്നുണ്ടായിരുന്നു, ടെറർ ഓർഗനൈസേഷനെ, ഹമാസിനെ, ഇസ്ലാമിക ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം അവരാണ് ഈ രീതിയിലുള്ള ഡോക്യുമെൻ്ററി, ഇതേപോലെ ന്യൂസ് മുഴുവനും ട്വിസ്റ്റ് ചെയ്ത് കപടതകൾ കാണിക്കുന്ന രീതിയിലോട്ട് BBC മാറി. അതായത് BBC തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ട്, അതോട് വലിയ ചർച്ചയായി. അതായത് ഇറാൻ റിട്ടാലിയേഷൻ അറ്റാക്ക് നടത്തി, അതേപോലെ ഇസ്രായേലി ഫ്ലൈറ്റുകൾ ഓടിച്ചു. അത് കേരളത്തിലെ പല ചാനൽ ഏറ്റെടുത്ത് പിടിച്ചു, അവർ റിപ്പോർട്ട് ചെയ്തു. അത് BBCയിൽ ക്വസ്റ്റ്യനായിട്ട് അന്ന് ന്യൂസിൻ്റെ പ്രൊഡ്യൂസറെ അവർ സാക്ക് ചെയ്തു, തെറ്റായ വാർത്ത കൊടുത്തു. മനസ്സിലാക്കുക, കാരണം ആ ഒരു ഓർഗനൈസേഷൻ്റെ അത് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മറ്റുള്ള നടപടികളിലേക്ക് പോകുന്നത്. അന്ന് ആ തെറ്റായ റിപ്പോർട്ട് ന്യൂസ് പ്രൊഡ്യൂസറെ മാത്രമല്ല, അതിൻ്റെ അകത്ത് ന്യൂസിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി, പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. കാരണം അന്നിരുന്ന എല്ലാ സുഡാപ്പി ലൈനിലുള്ളവരായിരുന്നു. അവർ വെച്ചൊക്കെ കാച്ചി കൊടുത്തു. ഏതോ ഒരു ഇറാനിയൻ സംഭവം അന്നും പറഞ്ഞ് അവരെ കോട്ട് ചെയ്തിട്ട്, ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികളായിരുന്നു. ഇതാണ് ഓരോ ദിവസവും നമുക്ക് എക്സ്പോസ് ചെയ്ത് മുന്നിൽ വരുന്നത്. BBCയിൽ എത്രമാത്രം കപടതയാണ് നടക്കുന്നത്. തെറ്റായ ഡോക്യുമെൻ്റ്, തെറ്റായ ആൾക്കാരെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ കൊച്ചുകുട്ടികളെ വെച്ച് ഓരോ കള്ളക്കഥകളുണ്ടാക്കി. ഇത് തന്നെയാണ് അൽ ജസീറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മുഴുവനും ഫോട്ടോഷൂട്ട് പോലെ ആൾക്കാരെ ഇങ്ങനെ കൊച്ചു പയ്യൻ, മൂക്കുളൊലിക്കുന്ന പയ്യൻ വാറിൽ കൂടി ഇങ്ങനെ ഓടുന്നു, അവിടെ പുകയുണ്ടാക്കുന്നു, ഇത് വലിയ പ്രശ്നമായിട്ട് ആൾക്കാരെ കാണിക്കുന്നു. ഇതാണ് അൽ ജസീറ. അതേ സെയിം ലൈനിലോട്ട് BBC എന്ന് പറഞ്ഞ ചാനലിന് മാറി. ഇത് തന്നെയാണ് ഈ പറയുന്ന ക്യാമറാമാൻ, സീനിയർ ക്യാമറാമാനാണെന്നാണ് പറയുന്നത്. അയാൾ ബേസിക്കലി ഹമാസിൻ്റെ ഒരു വലിയ സപ്പോർട്ടറാണ്. അല്ലെങ്കിൽ ഒരു മീഡിയ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അതെ BBC പോലൊരു ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇസ്രായേലി പട്ടാളക്കാരനെ അവർ ഈ ഹമാസ് അടിക്കുന്ന ഫോട്ടോയും, അതായത് ചവിട്ടുന്ന ഫോട്ടോയൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇത് സെലിബ്രേഷൻ ഡേ ആണെന്നും പറഞ്ഞിടാൻ സാധിക്കുന്നത്? ഇയാൾക്ക് എത്രമാത്രം ഇൻഡിപെൻഡൻറ്റ് വ്യൂ ഉള്ള ആളാണ്. അത് പക്ക മത തീവ്രവാദിയും അതേപോലെ തീവ്രവാദത്തെ അനുകൂലിക്കുന്നത്. ഇതാണ് കേരളത്തിലെ പല ജേർണലിസത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയ ഭയങ്കരമായിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണ് കേരളത്തിലെ യൂട്യൂബ് മറ്റേ സാറ്റലൈറ്റൊക്കെ വെച്ചങ്ങ് അനത്തുന്നത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ എത്രമാത്രം തെറ്റാന്ന് പൊളിഞ്ഞു കഴിയുമ്പോൾ അവർ മാറ്റാൻ തയ്യാറാണ്, കാരണം അവർക്ക് തെറ്റുപറ്റി. എന്നാൽ ഇതെല്ലാം കള്ളത്തരമെല്ലാം പിടിപ്പിച്ച് ആൾക്കാരെ സുഖിപ്പിച്ച് ആരെങ്കിലും ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്? അത് തെറ്റായ വാർത്തകൾ മാത്രം കൊടുക്കുന്നു, തെറ്റായ ഗ്രൗണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു, തെറ്റായ ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കുന്നു, ആൾക്കാരെ വെച്ച് റീക്രിയേറ്റ് ചെയ്ത് സ്റ്റേജ് മാനേജ് ഷോ ഉണ്ടാക്കുന്നു, അത് ഷൂട്ട് ചെയ്തിട്ട് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇത് ബേസിക്കലി ഇത് ഇഷ്യൂ ആയി കഴിയുമ്പം ഉറപ്പായിട്ട് ഇത് മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഇവർ ചെയ്ത പല കാരണം പ്രശസ്തിയായ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്, ഒരു ടീമാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 4 കോടിക്ക് മുകളിലുള്ള രൂപ കമ്മീഷൻ ചെയ്ത് വാർസോളിലുള്ള ഡോക്യുമെൻ്ററി കൊടുക്കുകയില്ല. കാരണം അവരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്, കാരണം ബ്രിട്ടീഷുകാർ അതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, BBCക്കകത്തൊരു വലിയൊരു പൊളിച്ചെഴുത്ത് നടക്കും. കാരണം ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് അവർ കണ്ടുപിടിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സായിപ്പിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല, കുറച്ച് കൂടുതൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ കയറി ഇത് പോക്കും. അത് കഴിഞ്ഞ് അവനെല്ലാം തല്ലിയോടെ ചൂരക്കളയും. എന്താണ് അവിടുത്തെ ടൂറിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞ്, ഒന്നിൽ ഈ പുല്ല് അടച്ചു പൂട്ടുക. ഇങ്ങനെ ഞങ്ങളുടെ പണം വാങ്ങി ഇതേപോലെ കപടതയും കള്ളത്തരവും ഇതേപോലെ ഭീകരത സംഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇത്രയും പണമാണ് നിങ്ങൾ വാങ്ങി ഈ ഡോക്യുമെൻ്ററിക്ക് കൊടുത്തത്, ഇതാണ് ന്യൂസ് റിപ്പോർട്ടർ കൊടുക്കുന്ന സാലറി. ഇതൊക്കെ ടെലഗ്രാഫ് പത്രത്തിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിതെടുത്ത് വായിക്കാം.
ഈ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതുമായിട്ട് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് അൽ ജസീറയും BBC മറ്റ് പല ചാനലും ഇതിനകത്ത് കടന്നുകൂടിയ സുഡാപ്പികളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത കഥകളെടുത്ത് കേരളത്തിലും മെനയാൻ തുടങ്ങി. അത് കണ്ടിട്ട് കേരളത്തിലും പറയാൻ തുടങ്ങി, ഭയങ്കര വാറ് നടക്കുന്നു, ഹമാസ് തിരിച്ചടിക്കുന്നു, ഹമാസ് വിജയിക്കാൻ പോകുന്നു. ഇതെല്ലാം കണ്ടല്ലോ, എല്ലാവരും വിജയിച്ചു. ഇതേപോലത്തെ മണ്ടത്തരം പറയുമ്പോൾ ഡ്യൂ ഡെലിജൻസ് സംഭവമുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. എങ്ങനെയാണ് ഹമാസിന് തിരിച്ചടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇറാന് തിരിച്ചടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റും? ചോദ്യമാണ് ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, സിമ്പിൾ ചോദ്യം. ഇതിനെങ്കിലും പ്രോപ്പറായിട്ട് കോമൺ സെൻസിൽ ആൻസർ കൊടുത്താൽ മതി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആരെയും അവിടെ സപ്പോർട്ട് ചെയ്യുക, താഴ്ത്തി കെട്ടുകയൊന്നും വേണ്ട. ആക്ച്വൽസ് എന്താണ് സംഭവിക്കുന്നത് അത് തപ്പിയെടുക്കുന്നതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, നോർമൽ ബുദ്ധി മതി. ഇത് അതിബുദ്ധിമാന്മാരായ ചില ആൾക്കാർ ഓരോ കള്ളത്തരങ്ങളും കപടതകളും ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ യൂട്യൂബ് സാറ്റലൈറ്റ് ചാനലും ചുമ്മാ വെറുതെ വെച്ചങ്ങ് താങ്ങും. കാരണം സുഖിപ്പിക്കാൻ വേണ്ടി. അവർക്കും അറിയാം ഇത് തെറ്റാണ്, കാരണം ഇത് സംഭവിക്കാൻ പറ്റാത്ത സംഭവം. ഇതെങ്ങനെ സംഭവിച്ചു? പക്ഷേ സുഖിപ്പീര് കേൾക്കാനുള്ള ആൾക്കാരുണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതാണ് BBC തെളിയിക്കുന്നത്. അവർ കാണിച്ച വാർ റിപ്പോർട്ട് വലിയൊരു ശതമാനം, അതായത് 90% തെറ്റായിരുന്നു. തെറ്റായ ഫീഡും തെറ്റായ ഗ്രൗണ്ട് റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ BBC തന്നെ അന്വേഷണത്തിലോട്ട് വരികയാണ്. എന്തുകൊണ്ട് ഇത്ര തെറ്റുണ്ടായി? ആരാണ് ഇതിന് കാരണം? കാരണം അതിനകത്തുള്ള സുഡാപ്പികളും മത തീവ്രവാദികളും ഭീകരപ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതായത് കപടത മാത്രം പറയുക. അപ്പം അതിന് ഫണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അതിന് അറുതി ഉണ്ടാകണം, അതിലുണ്ടായേ മതിയാകൂ. എന്നാൽ മാത്രമേ ലൈഫിലൊരു ട്രാൻസ്പെറൻസി, ഓണസ്റ്റി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ.